വളരെ യാദൃശ്ചികമായാണ് ശിവ എനിക്ക് അവൻ്റെ വീഡിയോസ് കാണിച്ചു തരുന്നത്. അവനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ആ നിമിഷം മനസ്സിൽ കുറിച്ചു. ഇല്ലാത്ത നേരം ഉണ്ടാക്കി വെച്ച് പിടിച്ചു. കുറച്ച് ഉൾപ്രദേശമായതിനാൽ പലയിടത്തും വഴിതെറ്റി. ഏറ്റവും രസം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ്റെ വീടിൻ്റെ മുന്നിൽ ചെന്ന് വഴി ചോദിച്ചിട്ടും ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതവൻ്റെ വീടാണെന്ന്. അവസാനം തപ്പി പിടിച്ച് ചെന്നപ്പോൾ ആൾ സ്ഥലത്തില്ല. കിട്ടിയ ഗ്യാപ്പിൽ അവൻ്റെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കണ്ണ് നിറഞ്ഞുപോയി അവരുടെ അനുഭവങ്ങൾ കേട്ട്. പ്രായമായ അച്ഛനമ്മമാർ മാത്രം കൈമുതലായുള്ളവൻ, സ്വന്തം ശരീരം പോലും ആവശ്യാനുസരണം ഉപയോഗിക്കാൻ സാധിക്കാത്തവൻ, മരുന്നിൻ്റെ പിൻബലത്തിൽ മാത്രം ജീവിച്ചു പോരുന്ന ഒരു നിർഭാഗ്യവാൻ. എങ്കിലും അവൻ്റെ തിമിരം ബാധിച്ച കണ്ണുകളുടെ തിളക്കം വേറൊരാളിലും ഇന്നോളം ഞാൻ കണ്ടിട്ടില്ല. വഴക്ക് കേട്ടതിനും പരീക്ഷ തോറ്റതിനും ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഈ കാലത്ത് നിൻ്റെ ചിരി കൊണ്ട് നീ തോൽപ്പിച്ചു കളഞ്ഞത് എന്നെ മാത്രമല്ല, നിൻ്റെ വിധിയെ തന്നെയാണ്. പ്രിയപ്പെട്ട ഡിക്രുവനെ, നീയാണ് യഥാർത്ഥ വിപ്ലവം.